സുഹൃത്തുക്കളെ, അടുത്ത അമേരിക്കൻ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കക്കാർ തിരഞ്ഞെടുത്തു. അപ്പോൾ അതിനോടനുബന്ധിച്ച് എലോൺ മസ്കിനെയും വിവേക് രാമസ്വാമിയെയും ഉപദേശക സമിതിയിലേക്ക് എടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അവരുടെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥാധിപത്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഏത് സർക്കാരും ചെയ്യേണ്ട ഒരു കടമ തന്നെയാണ്. ജനായത്വം, റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞാൽ അത് ജനത്തിൻ്റെ ഭരണമാണ്. രാജാവ് സ്ഥിരമായിട്ട് ഭരിക്കുന്ന ആ സ്ഥിരത, രാജാവ് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. ഇന്ന് ജനം അല്ലെങ്കിൽ പരസ്പര സഹകരണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് അധികാരം കൈയാളുക എന്നുള്ളത് തെറ്റായ പ്രവണതയാണ്. അത് കോളനിവൽക്കരണത്തിൻ്റെതാണ്, രാജാധിപത്യത്തിൻ്റെതാണ്, രാജകാലഘട്ടത്തിൻ്റെതാണ്. അത് തെറ്റാണ്. ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ രാഷ്ട്രീയക്കാരോട് പറയാറുള്ളത് പോലെ, ജനപ്രതിനിധികളോട് പറയാറുള്ളത് പോലെ, നിന്റെ കാലാവധി 5 വർഷമാണ്, പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ചാവും വരെ, ചത്താൽ മക്കൾക്ക് ഒക്കെ അധികാരമുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള അഹങ്കാരമൊക്കെ ഉദ്യോഗസ്ഥ ഗുണ്ടകളുടെ മനോഭാവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് ചിലരൊക്കെ തമാശക്ക് പറഞ്ഞതുപോലെ, എനിക്ക് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കുടുംബം ഒട്ടണിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നത് പോലെ, അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ സഹകരണ മനോഭാവവും വിനയവും ഒക്കെ വരുള്ളൂ. ഈ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഡെയിലി ഒരേ ജോലി ചെയ്യുകയും ശമ്പളം ഇങ്ങനെ വരികയും ജീവിതത്തിന് സുരക്ഷ കിട്ടുകയും ചെയ്യുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അഹങ്കാരം ഉണ്ടാവും. പിന്നെ യൂണിയൻ, ജനം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കാലതാമസം വരും. കാരണം ഈ യൂണിയൻ, ഈ ഗുണ്ടായിസം, ഇപ്പോൾ ഒരുമിച്ചിട്ട് പോലീസുകാർ ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർമാർ ഒന്നിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ തൊഴിലാളി യൂണിയൻ ഗുണ്ടായിസം വളരെ അപകടകരമാണ്. അവർ നമ്മെ ഭരിക്കുന്ന അവസ്ഥ വരും. ഇങ്ങനെ ചില കൂട്ടങ്ങൾ മറ്റു കൂട്ടങ്ങളെ ഭരിക്കുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥാധിപത്യ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, മാറ്റങ്ങൾക്ക് വേഗത ഉണ്ടാവില്ല. പഴയ രീതികളിൽ നമ്മൾക്ക് ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ടി വരും. നമുക്ക് അത് പറിച്ചറിയാൻ ശ്രമിച്ചാലും നടക്കില്ല. കാരണം ഇത്രയും വലിയ ഉദ്യോഗസ്ഥ ഗുണ്ടകളെയൊക്കെ നേരിടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. ജനം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നടപ്പിലാക്കുവാൻ ഈ ഉദ്യോഗസ്ഥ ഗുണ്ടായിസം ഒക്കെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എത്ര ഇവരെ ഭയപ്പെടുത്തിയാലും ശാസിച്ചാലും ഒന്നും നടക്കില്ല. എത്ര കാലം ശുഷ്കാന്തി ഒരാൾക്ക് ഉണ്ടാകും? അത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ സ്വാഭാവികതയിലേക്ക് അത് നമ്മൾ വിട്ടുകൊടുക്കുക. നിങ്ങൾ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകും. അപ്പോൾ ഈ സ്ഥിര നിയമനം എന്നുള്ളത് പരിപാടി തന്നെ ഒഴിവാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആരൊക്കെ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണ്, അല്ലാതെ പുറത്തുള്ള ആളുകളല്ല. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുന്നത് വളരെ തെറ്റാണ്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ ഗുണ്ടായിസം അവസാനിക്കണം. കൊളോണിയലിസം അവസാനിക്കണം. എന്താണോ ജനപ്രതിനിധി പറയുന്നത് അതാണ് ജനങ്ങളുടെ ഇഷ്ടം. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇന്ന് ചെറിയ കുഴപ്പങ്ങൾ, അതൊക്കെ മാറ്റിയെടുക്കണം. ജനപ്രതിനിധികൾ, ജനങ്ങളുടെ ആഗ്രഹം നടത്താൻ നിയോഗിക്കപ്പെട്ടവർ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ തടസ്സവാദങ്ങളുമായി ഉദ്യോഗസ്ഥ ഗുണ്ടായിസം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഗുണ്ടകൾ മുന്നിൽ വിലങ്ങുതടിയായിട്ട് നിൽക്കും. അതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഒരു സർക്കാർ സേവനം ആഗ്രഹിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ രാജാവാണ്. ഇവിടെ സംഭവിക്കുന്നതോ നേരെ തിരിച്ചും. നമ്മൾ ഭവ്യവിധേയനായി ഇവൻ്റെയൊക്കെ കാല് പിടിക്കാൻ പോകണം. അപ്പോൾ അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. PSC കിട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കാല് നക്കിയിട്ടൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വരേണ്യ വർഗ്ഗക്കാരനായി, അങ്ങനെ അവൻ്റെ മട്ടും ഭാവമൊക്കെ മാറി. അപ്പം അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇല്ലാതാവണം. ജീവിതത്തിൻ്റെ ആകസ്മികതകളും ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളും എല്ലാവരും അനുഭവിക്കണം. അതിൽ ചിലർക്ക് മാത്രം സുരക്ഷ കൊടുക്കുന്നത് ജന്മിത്വമാണ്, തെമ്മാടിത്തരമാണ്. തീർച്ചയായിട്ടും അമേരിക്ക അക്കാര്യത്തിലേക്ക് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ട്രംപ് പോലെയുള്ള ബിസിനസ് മൈൻഡുള്ള ആളുകൾ, എലോൺ മസ്ക്. ഇപ്പോൾ എലോൺ മസ്കിൻ്റെ ജീവിതകാലം വരുന്ന കുട്ടികളുണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അടുത്തിട്ട് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയത്, വാടകക്കാണ് താമസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. പക്ഷേ 1-2 മുറികളുള്ള വീട്ടിൽ വാടകക്കാരനായിട്ട് താമസിച്ചിരുന്ന ആളാണ് മസ്ക് എന്നാണ് പറയുന്നത്. മസ്ക് ഒരു പാരമ്പര്യ പൈസക്കാരനൊന്നുമല്ല. അമേരിക്കയിൽ പാരമ്പര്യമായിട്ട് പൈസക്കാരനാകാനും സാധിക്കില്ല. ഒരാൾ മരണപ്പെടുന്നതോടുകൂടി അയാളുടെ 40% സ്വത്തുക്കളും സർക്കാരിലേക്ക് പോകും. അനന്തരാവകാശ സ്വത്തിൽ അവിടെ 40% ടാക്സ് കൊടുക്കണം. ഗിഫ്റ്റ്, നിങ്ങൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ അവിടെ 40% ടാക്സ് സർക്കാരിന് കൊടുക്കണം. ഇപ്പോൾ സോഷ്യലിസം പറയുന്ന പലരും അമേരിക്കയിലേക്ക് പോയി അവിടുത്തെ ഫോട്ടോസുകളൊക്കെ ഇടുന്നത് കാണാറുണ്ട്. എന്തായാലും എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ താല്പര്യമില്ല. പക്ഷെ അമേരിക്ക ആക്കുന്ന ചില ഘടകങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മളെന്തിനാണ് അമേരിക്കയിൽ പോയിട്ട് അവിടെ
അവരുടെ അഹന്ത കാണുന്നത്. നമ്മുടെ നാട് തന്നെ അമേരിക്കയേക്കാൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അതിന് ഒരുപാട് അഴിച്ചുപണികൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ അതൊക്കെ ഉദ്യോഗസ്ഥ ഗുണ്ടായിസൊക്കെ പഴയ കോളനി രീതികളാണ്, രാജാധിപത്യ രീതികളാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കണം. കളക്ടർ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. ജില്ലയുടെ ഉന്നത സ്ഥാനം വഹിക്കേണ്ടത് ജനപ്രതിനിധിയാണ്. നമുക്കെന്തോ ഇന്ന് അത് സാധിക്കുന്നില്ല. ഏതൊരു ഉദ്യോഗസ്ഥ ഗുണ്ടയാണ് ജില്ലാ കളക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരം കൈയാളുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ സേവകരാണ്, പെട്ടിതാങ്ങികളാണ്. അതിലും മേലെയൊന്നും ഒരു സംഗതികൾ അവർക്കില്ല. ജനാധിപത്യം എന്നൊന്നും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജനായത്തത്തിൽ ജനപ്രതിനിധികൾക്കാണ് പ്രാധാന്യം. ഒരു ജനപ്രതിനിധിയും ഒരു ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ വരാൻ പാടില്ല. അത് തെറ്റാണ്. അപ്പോൾ നാട് നന്നാകും. ഇപ്പോൾ ഈ ഹൈറാർക്കി, ഭീഷണി, അതിൽ നമുക്കൊരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ വളരെ കുറവായിരിക്കും. അതിനേക്കാളും നല്ലത് മനുഷ്യൻ്റെ സ്വാഭാവികതയെ മുതലെടുക്കുക, അവൻ്റെ സ്വാർത്ഥതയെ മുതലെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് നല്ലത് ഉദ്യോഗസ്ഥ ആധിപത്യത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉദ്യോഗസ്ഥനായിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് അല്ലെങ്കിൽ മേലാളനെ സുഖിപ്പിച്ചിട്ട് സമൂഹത്തിലെ സൗകര്യങ്ങൾ അനുഭവിക്കുക എന്നുള്ള രീതി തെറ്റാണ്. നിങ്ങൾ റിസ്ക് എടുക്കൂ, പുതുമകൾ കൊണ്ടുവരൂ, അങ്ങനെ ജനങ്ങളുടെ നിലവാരം ഉയർത്തൂ. അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിലെ സൗകര്യങ്ങൾ അനുഭവിക്കാൻ നമ്മൾ അവസരം കൊടുക്കണം. അതാണ് ക്യാപിറ്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിൻവാതിലുകൾ കളിയും, കൈക്കൂലി, അഴിമതി, അക്രമം, മാഫിയ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇല്ലാതാക്കണം. ജനങ്ങളുടെ നിലവാരം ഉയർത്തുന്നവരും സന്തോഷം വർദ്ധിപ്പിക്കുന്നവരും സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നവരും സമൂഹത്തിലെ ഉന്നത പദവികൾ അലങ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ശരി.